റിയാലിറ്റി ഷോയിലെ അശ്ലീല പരാമർശത്തിൽ യൂട്യൂബർ റൺവീർ അലഹബാദിയുടെ യൂട്യൂബ് ഷോകൾ വിലക്കി സുപ്രീം കോടതി. പരാമർശം അപലപനീയമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, തൽക്കാലം അറസ്റ്റ് തടഞ്ഞെങ്കിലും താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ അച്ഛന്മാർക്കും അമ്മമാർക്കും സഹോദരന്മാർക്കും നാണക്കേടുണ്ടാക്കുന്നതാണ്, സമൂഹത്തിനാകെ നാണക്കേടാൻ തുടങ്ങി കണക്കിന് പ്രഹരിച്ചു കോടതി, അല്ലേ ശ്രീനാഥ്? തീർച്ചയായും കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് റൺവീർ അലഹാബാദിക്ക്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഒരു ഘട്ടത്തിൽ റൺവീറിന് നേരെ ഈ വധഭീഷണി അടക്കമുണ്ട്, റൺവീറിൻ്റെ അമ്മയുടെ ക്ലിനിക്കിലേക്ക് ചിലർ രോഗികളെന്ന് വ്യാജേന എത്തുന്നു എന്നൊക്കെ പറഞ്ഞ ഘട്ടത്തിൽ പോലും താങ്കളുടെ ക്ലയൻറ്റ് ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നില്ലേ, അവർക്കൊക്കെ എന്ത് തരത്തിലുള്ള മാനക്കേടാണ് ഉണ്ടാക്കിയത് എന്ന് കാണുന്നില്ലേ എന്ന് വരെ രൂക്ഷമായ രീതിയിൽ തുടർന്നുകൊണ്ടിരുന്നു ഈ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന്. റൺവീർ 3 കാര്യങ്ങളിലാണ് കോടതി സമീപിച്ചത്. അതിലൊന്ന്, തനിക്കെതിരെ ഇങ്ങനെ എല്ലാ അത് തടയണം എന്നതാണ്. രണ്ടാമത്തേത്, ഇങ്ങനെ പലയിടത്തായി എടുക്കുന്ന എഫ്ഐആറുകൾ ഒരുമിച്ച് ചേർക്കണം എന്നതാണ്. ഒപ്പം തന്നെ അറസ്റ്റിൽ നിന്ന് തന്നെ സംരക്ഷിക്കണം എന്നതായിരുന്നു ആവശ്യം. ഇതിൽ 2 ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇനി പുതിയ എഫ്ഐആറുകൾ ഇതേ കേസിൽ ഇടരുത് എന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണവുമുണ്ട്. പക്ഷേ പലയിടങ്ങളിലുള്ള കേസുകൾ ഒരുമിച്ച് ചേർക്കണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല. 2-3 കേസുകൾ മാത്രമേ നിലവിലുള്ളൂ. അത് സ്വയം വാദിക്കാൻ, അതിനെ നേരിടാൻ റൺവീറിന് ബാധ്യതയുണ്ട് എന്ന് കോടതി പറയുകയാണ്. ചിലർക്ക് ഉണ്ടെങ്കിൽ നേരെ സുപ്രീം കോടതിയിൽ വന്ന് ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാൻ കഴിയുമോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. അങ്ങനെ കോടതിയുടെ ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. റൺവീർ പറഞ്ഞത് അശ്ലീലമല്ലെങ്കിൽ പിന്നെന്താണ് അശ്ലീലമെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. പ്രഥമദൃഷ്ട്യാ തന്നെ നടത്തിയത് അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ പരാമർശമാണ് തുടങ്ങി റൺവീർ അലഹാബാദിയ എന്ന് പറയുന്ന എന്തും വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ആ യൂട്യൂബർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ സുപ്രീം കോടതി നടത്തുകയാണ്. പക്ഷേ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ശ്രീനാഥാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.